ഹലോ ഗൈസ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി ഞാൻ പറഞ്ഞിരുന്നു. വീക്ക്ലി ക്യാൻഡിൽ നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് 2022 ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും സ്ട്രോങ്സ്റ്റ് വീക്ക്ലി ക്യാൻഡിലാണ് നമുക്ക് കഴിഞ്ഞ വീക്കിൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെ സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യാനും ഒരു വീക്ക് കൂടി നമുക്ക് സെല്ലിംഗ് എക്സ്പെക്ട് ചെയ്യാനും പറ്റും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എക്സാക്ട്ലി മാർക്കറ്റിൽ അത് തന്നെയാണ് ഇന്നും സംഭവിച്ചത്. ഇന്നലത്തെ ക്ലോസിംഗ് എവിടെയാണോ അത് ബ്രേക്ക് ചെയ്ത്, ഞാൻ പറഞ്ഞിരുന്നു 25,000 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ക്യാൻഡിൽ 24,750 എന്ന ഒരു സിംഗ് ലോ ഉണ്ട്. അത് ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സാക്ട്ലി ഇന്ന് നിഫ്റ്റിയിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ട്രെൻഡ് ലൈന് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ട്രെൻഡ് ലൈനിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. സോ ഈ പ്രാവശ്യം അത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് അതും എക്സാക്ട്ലി മാർക്കറ്റിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് നല്ല സ്ട്രോങ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇന്നലെ പറഞ്ഞ വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അതിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചെറിയൊരു പുൾ ബാക്ക് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് സെല്ലിംഗ് സൈഡ് തന്നെ മൂവ് ചെയ്ത് എന്നിട്ട് ചെറിയൊരു ബൈയിങ് തന്നിട്ട് അവിടുന്ന് റിവേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സെല്ലിംഗ് സൈഡ് ഓപ്പർച്യൂണിറ്റീസ് തന്നെ നോക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിരുന്നു. അതായത് സെൽ ഓൺ റൈസ് ആണ് നമ്മൾ ഇനി 1 വീക്ക് ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നു. അത് നിങ്ങൾക്ക് ഇന്ന് ട്രേഡ് എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചാർട്ട് വഴി എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ലെവൽസ് ഒക്കെ നോക്കാം. അതിനു മുമ്പ് പ്രധാനമായിട്ടും നമ്മുടെ ഇഷ്യൂ എന്ന് പറയുന്നത് FIA സെല്ലിംഗ് ആണ്. FIA ഇന്നും നല്ലൊരു ഹെവി സെല്ലിംഗ് ആണ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈം ആയിട്ട് DIA നല്ലൊരു ബൈയിങ്, അതായത് FIA സെല്ലിങ്ങിനേക്കാൾ കൂടുതൽ ബൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും മാർക്കറ്റിന്റെ സെല്ലിങ്ങിന് മൊത്തത്തിലുള്ള സെല്ലിങ്ങിനെ അതൊന്നും എഫക്ട് ചെയ്തിട്ടില്ല. സെല്ലിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ പിന്നെ എന്നുള്ളത് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 100 DM, അതായത് ബാങ്ക് നിഫ്റ്റി മുമ്പ് നമ്മൾ പറഞ്ഞ അതേ ട്രെൻഡ് ലൈനിൽ തന്നെയാണ് 100 EMA ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് റിവേഴ്സ് ആയത് കഴിഞ്ഞ സിംഗിൾ. പക്ഷെ ഇപ്രാവശ്യം അത് രണ്ടും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇനിയും സെല്ലിംഗ് തന്നെയാണ്. അതുകൊണ്ട് ഈ വീക്കിൽ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ പിന്നെ നമ്മൾ പറഞ്ഞത് വാറിന്റെ പ്രശ്നമാണ്. വാർ ഒരു കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇന്നും ന്യൂസ് വന്നിരുന്നു. ഇസ്രായേലി അറ്റാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള ഒരു ന്യൂസ്. സോ അതുകൊണ്ട് തന്നെ ഓയിൽ പ്രൈസ് ഇനിയും ഹൈക്ക് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതും ഒരു കാരണമാണ്. പിന്നെ നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെയാണ് ഇലക്ഷന്റെ റിസൾട്ട്, നാളെയാണ് വരുന്നത്. സോ അതിൽ കൊണ്ട് തന്നെ മാർക്കറ്റിൽ ചെറിയൊരു വോളറ്റിലിറ്റി നാളെയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതും കൂടി ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ RBIയുടെ റേറ്റ് കട്ട് ഉണ്ട് ഈ വീക്കിൽ. RBIയുടെ റേറ്റ് കട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്തത് റേറ്റ് കട്ട് ഉണ്ടാവും എന്നാണ്. മുമ്പ് US റേറ്റ് കട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ത്യയിലും റേറ്റ് കട്ടിന് ഒരു എക്സ്പെക്ടേഷൻ. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഓയിൽ പ്രൈസ് ഒക്കെ ഹൈക്ക് ആയതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ സംഭവിക്കാനുള്ള സാധ്യതയില്ല. സോ മാർക്കറ്റ് ഒരു നെഗറ്റീവ് തന്നെയാണ് ഇതുവരെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് ഈ വീക്ക് കൂടി ഒരു സെൽ ഓൺ പ്രൈസ് എന്നുള്ള ഒരു സ്ട്രാറ്റജി തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് ചാർട്ട് വഴി വിശദമായിട്ട് കാര്യങ്ങൾ നോക്കാം. വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. സോ ഇന്നലെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ക്യാൻഡിലാണ് ക്ലോസിംഗ് ഉണ്ടായത്. അതായത് 25,000 എബോ ആണ് അത് ക്ലോസിംഗ് തന്നത്. സോ ഞാൻ പറഞ്ഞിരുന്നു 25,000 എന്ന സൈക്കോളജിക്കൽ ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സെല്ലിങ് ഈ ഒരു സിംഗിലോടെ അടുത്തുകൂടി വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നോ. എക്സാക്ട്ലി മാർക്കറ്റ് ഇന്ന് ആ ലെവൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ഇതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് നമുക്ക് ഇനിയും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു കൺസോളിഡേഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം മാർക്കറ്റ് റിവേഴ്സ്. പക്ഷെ ഇവിടെ ഒരു കൺസോളിഡേഷൻ പോലും നടക്കാതെയാണ് മാർക്കറ്റ് ഒരു സെല്ലിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ മാർക്കറ്റിൽ ഇനി ഈ ഒരു സിംഗിലോ ഇനിയും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ, മാർക്കറ്റിൽ ഇനിയും ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എക്സ്പെക്ടേഷൻ ഒരു 23,980 എന്നുള്ള അടുത്ത ലോയിലേക്ക് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു കൺസോളിഡേഷൻ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇവിടെ. കാരണം മാർക്കറ്റ് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ടൊരു ഡൗൺ സൈഡിലേക്ക് ഒറ്റ ജമ്പിൽ തന്നെ ഉണ്ടാവില്ല. ചെറിയൊരു കൺസോളിഡേഷൻ ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നല്ലൊരു കണ്ടിന്യൂസ് ആയിട്ട് തന്നെ സെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു കൺസോളിഡേഷൻ ഉള്ള ഒരു പോസിബിലിറ്റി കൂടി നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ
സോ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ട്രെൻഡ് ലൈൻ തന്നെയാണ്. പല പ്രാവശ്യം ഈ ട്രെൻഡ് ലൈൻ നമുക്ക് മാർക്കറ്റ് സപ്പോർട്ടായിട്ട് റിവേഴ്സ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എത്ര പ്രാവശ്യം എന്ന് നമുക്ക് നോക്കാം. ഇവിടുന്ന് റിവേഴ്സ് ആയിട്ടുണ്ട്, ഇവിടുന്ന് റിവേഴ്സ് ആയിട്ടുണ്ട്, ഇവിടുന്ന് റിവേഴ്സ് ആയിട്ടുണ്ട്. സോ ഓരോ പ്രാവശ്യവും ഇത് റിവേഴ്സ് ആയിട്ടുണ്ട്. ഇവിടുന്ന് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഉടനെ തന്നെ റിവേഴ്സ് ആയി. കാരണം ഈ ബ്രേക്കിംഗ് നമ്മുടെ ഇലക്ഷന്റെ ആ ഒരു റിസൾട്ടും ഇലക്ഷന്റെ ഇതൊക്കെ വന്ന സമയത്തുണ്ടായ ഒരു ഫാളാണ്. കാരണം എല്ലാവരും ഗവൺമെന്റ് നല്ലൊരു ഭൂരിപക്ഷം കിട്ടും, പക്ഷെ ഭൂരിപക്ഷം കുറഞ്ഞതുകൊണ്ടുള്ള ആ ഒരു ഇതാണ് ഇവിടെ സംഭവിച്ചത്. അതിനുശേഷം ഇവിടുന്നും റിവേഴ്സ് ആയി, ഇവിടുന്നും റിവേഴ്സ് ആയി. സോ ഇതിന്റെ കൂടെ നമുക്ക് നോക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ഈ ഒരു 100 EMA എന്നുള്ള ഈ ഒരു ലൈൻ. ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഫ്രണ്ട് ലൈനും ഇതും ഒന്നിച്ച് ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാനുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയ ലെവൽസ് എന്ന് പറയുന്നത് 50,000 ആണ്. സോ അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമോ എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുശേഷം നമുക്ക് കിട്ടുന്നത് 49,570 എന്നുള്ള ലെവൽസിൽ ഒരു സിംഗിൾ ലോ കൂടി ഉണ്ട്. അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി നമുക്ക് നോക്കാനുള്ളത്. സോ ഇന്നത്തെ ചാർട്ട് നമ്മുടെ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ, നിഫ്റ്റിയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു സെൽ ഓൺ റൈസ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയായിരിക്കും ഒരു നല്ല നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റുന്നത്. സോ നിങ്ങൾ ഇപ്പം ഇവിടെ നിന്ന് മാർക്കറ്റിന് വേ റിവേഴ്സ് ആയിട്ട്, സോ മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് സൈഡ് തന്നെയാണ് മൂവ് ചെയ്യുന്നുള്ളത്. ഇന്നലെയും നമുക്ക് നല്ലൊരു സെല്ലിംഗ് കിട്ടി, ഇന്ന് ഓപ്പൺ ചെയ്തിട്ടും നല്ലൊരു സെല്ലിംഗ്. സോ നമുക്കത് സെല്ലിംഗ് സൈഡ് തന്നെ മൂവ് ചെയ്യുന്നതാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മാർക്കറ്റ് സെല്ല് അപ്പോൾ ചെറിയൊരു പുൾ ബാക്ക് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതിന് ശേഷം മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ആകണമെങ്കിൽ നമുക്ക് സെൽ ഓൺ റൈസ്, അതായത് ഞാൻ പറഞ്ഞത് സെൽ ഓൺ റൈസ്, അതായത് മാർക്കറ്റിന് ചെറിയൊരു പുൾ ബാക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ട്രേഡ് സെല്ലിംഗ് സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു സ്ട്രാറ്റജി തന്നെ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാം. മാർക്കറ്റ് ഇനിയും ഇപ്പം ഇവിടെ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കൺസോളിഡേഷൻ നടന്നു, പിന്നെയും ഇവിടെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ, ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ഒരു പുൾ ബാക്ക് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് ഇതേ ലെവലിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സെൽ ചെയ്യുക, താഴോട്ടേക്ക് വരികയാണെങ്കിൽ. അതല്ലെങ്കിൽ നാളെ മാർക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബൈയിങ് സൈഡിലേക്ക് പോവുകയാണ്, പിന്നെ ആ ബൈയിങ് സൈഡ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു റിവേഴ്സലൊക്കെ കിട്ടുന്ന തോന്നുമ്പോൾ ഒരു സെല്ലിംഗ് സൈഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി ഇപ്പം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഇന്നത്തെ മാർക്കറ്റ് കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു സെല്ലിംഗ് തന്നെയാണ് മാർക്കറ്റിൽ ഇന്നും മാർക്കറ്റ് തന്നത്. ബൈയിങ്ങിലേക്കുള്ള ഒരു ഇതും നമുക്ക് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബൈയിങ്ങിലേക്ക് നോക്കണമെങ്കിൽ മാർക്കറ്റിന് നല്ലൊരു പുൾ ബാക്ക് ഒക്കെ തന്നിട്ട് മാർക്കറ്റ് ഒരു സ്ട്രെങ്ത് ഉണ്ടെന്ന് തോന്നിയാൽ മാത്രം നമ്മൾ എടുക്കുക. ഇന്ന് ബാങ്ക് നിഫ്റ്റിയും അതുപോലെ തന്നെയാണ്, നല്ലൊരു സെല്ലിംഗ് ആണ് ഫസ്റ്റിനെ തന്നത്, പിന്നെ ലാസ്റ്റിലൊരു വളറ്റൈലായിട്ടുള്ള മാർക്കറ്റ് ആയിരുന്നു നമുക്ക് കാണാൻ പറ്റിയത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ട്രേഡർ ആണെങ്കിൽ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഞാൻ പറയുന്നതിനെ കുറിച്ചുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ ചോദിക്കാമാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.